ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗെയിം സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അടുത്തതായി നമ്മൾ കളിക്കാൻ പോകുന്നത് ക്രിക്കറ്റ് 7 ആണ്. 90s കിഡ്സിന്റെ ഒരു ഫേവറേറ്റ് ഗെയിം തന്നെയായിരുന്നു ക്രിക്കറ്റ്. അപ്പോൾ നമുക്ക് ക്രിക്കറ്റ് ഒന്ന് കളിച്ചു നോക്കാം. ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഗെയിം. ഈ ഒരു ഇൻട്രോ ഒന്നും പറയാനില്ല, പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ ഇൻട്രോ ആയിരുന്നു. നമ്മൾ പലതവണ അനുകരിക്കുമായിരുന്നു. ഇൻട്രോ എത്തി. ക്രിക്കറ്റ് 7 കഫേയിലൊക്കെ പോയി ഈ ഗെയിം ഒത്തിരി കളിച്ചിട്ടുണ്ട്. അന്ന് 15 രൂപ കൊടുത്ത് 1 മണിക്കൂർ കഫേയിൽ പോയി കളിച്ചൊരു ഗെയിമാണ്. കുറേ ഉണ്ട്, ആഷസ് ഉണ്ട്, ഗെയിം മോഡ്സ് ഉണ്ട്. നമുക്ക് പ്ലെയറിനെ ഒക്കെ സെറ്റ് ചെയ്ത് കളിക്കാൻ പറ്റും. ചുമ്മാ പ്ലെയനോ എടുത്ത് നോക്കാം. നമ്മൾ ഇന്ത്യ, ഇപ്പോൾ ഓപ്പോസിറ്റ് ടീം നമുക്ക് ഓസ്ട്രേലിയ മതി. ഓസ്ട്രേലിയയാണ് അന്നത്തെ ഏറ്റവും സൂപ്പർ ടീം. നമ്മുടെ ഇന്ത്യ. ലൊക്കേഷൻ നമുക്ക് ലോഡ്സ് കൊടുക്കാം. ലോഡ്സ് ആണ് ഫേവറേറ്റ് ഗ്രൗണ്ട്. ഒരു 5 ഓവർ കളിച്ച് നോക്കാം. നമുക്ക് പിച്ച് ടൈപ്പ് ഒക്കെ മാറ്റാൻ പറ്റും. നോർമൽ മതി. വെതർ സണ്ണി, കൂള്, ടെമ്പറേച്ചർ, ഡിഫിക്കൽട്ടി കൂട്ടിയിടാം. എൻ്റെ പഴയ സെറ്റിങ് തന്നെ അത് തന്നെയാണ്. ഡിഫിക്കൽട്ടായിട്ട് കിടക്കുന്ന ആ സെറ്റിങ് തന്നെയാണ്. ഇതിനകത്ത് പ്ലേയേഴ്സിൻ്റെ ഒക്കെ പേര് സ്പെല്ലിങ് തെറ്റാണ്. നമുക്ക് എപ്പോഴും സച്ചിനും സേവാങ്ങുമല്ലേ ഓപ്പണിങ്, അപ്പം അത് നമുക്ക് ഇടാം. അവരുടെ ആ ഒരു ഓപ്പണിങ് അടിപൊളിയായിരുന്നല്ലോ. പേരൊക്കെ തെറ്റാണ്, അത് നോക്കണ്ട, ഇത് കളിച്ച് നോക്കാം. Welcome, I'm Mark Nicholas. It's nice to be with you for this one-day exhibition match. 2 top-class sides too. നമുക്കാണ് ടോസ് വീണേക്കുന്നത്. നമുക്ക് This is a hard surface and it looks to me ബാറ്റിംഗ് എടുക്കാം. even bounce and good carry through to the wicket-keeper. I'd be batting first if I won this toss. എന്താ പറഞ്ഞാലും ഈ ഒരു ക്രിക്കറ്റ് 7 കഴിഞ്ഞിട്ട് അത്ര EA സ്പോർട്സ് വലിയ ഗെയിം ക്രിക്കറ്റിന് അങ്ങ് ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. മഗ്രാത്താണ് അറിയുന്നത്. പഴയ സെറ്റിംഗ് വെച്ച് കളിക്കുകയാണ്. ഇതിങ്ങനെ കളിച്ചിട്ടില്ല. ഫസ്റ്റ് ബോള് തന്നെ 6. ഫസ്റ്റ് ബോള് തന്നെ 6. പണ്ടത്തെ തൂക്കേട് തന്നെ. പിന്നെ ആരാ നമ്മുടെ ഗ്രീസിൽ നിൽക്കുന്നത്? സേവാങ്ങല്ലേ. പഴയ സെറ്റിംഗ് തന്നെയാണ് കേട്ടോ. നോയൊക്കെ കൊടുക്കാം. മഗ്രാത്താണ് അറിയുന്നത്. ഫീൽഡ് സെറ്റപ്പ് ഒക്കെ അവർക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അവരുടെ ഇതില്. എപ്പോഴും അടിക്കുന്നത് ലെഗ് സൈഡിലാണ്. ലെഗ് സൈഡിലാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ 6 അടിക്കാൻ പറ്റുന്നത്. നമുക്ക് ഇനി അടുത്തത് സ്ട്രൈറ്റ് നോക്കാം. സ്ട്രൈറ്റ് പോയില്ല. സേവാങ് ഭയങ്കര ഫോമാട്ടോ. പവർ പ്ലേ ആയതുകൊണ്ട് മാക്സിമം അടിക്കുക. അടിച്ച് 4 പോയി. ഭാഗ്യമുണ്ട്. നമ്മൾ ടെസ്റ്റ് കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എഡ്ജ് പോവും. അപ്പോൾ ഇത് ODI ആയതുകൊണ്ട് അത്രയും നമ്മുടെ ടൈമിങ് തെറ്റുന്നുണ്ട് കേട്ടോ. ഇത് ഒരു മാസ്റ്റർ പീസ് ഷോട്ടായിരുന്നു. എപ്പോഴും ഓഫ് സൈഡിലോട്ട് ഇങ്ങനെ അടിക്കും. ഫസ്റ്റ് ഓവർ 26 റണ്ണ് സേവാങ്. ഫീൽഡിംഗ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് തെണ്ടുൽക്കറാണ് നമ്മുടെ കേസ്. തെണ്ടുൽക്കർ നമുക്ക് സിംഗിൾ ഇട്ട് കൊടുക്കാം. അയ്യോ വേണ്ട, അവരെവിടെ നിന്നെറിഞ്ഞാലും സ്റ്റമ്പേ കൊള്ളും കേട്ടോ. അതുകൊണ്ട് ഓട്ടം നോക്കി ഓടിയില്ലെങ്കിൽ പണി കിട്ടും. സിംഗിൾ ഇട്ട് കൊടുക്കുക. ഗില്ലസ്പി വേണം. ഇതൊക്കെ ബോള് മിസ്സാക്കുവാണല്ലോ. അതാണ് എപ്പോഴും സിംഗിൾ ഇടുന്നൊരു. അങ്ങനെ നമുക്ക് 50 അടിപ്പിക്കാം. നോക്കട്ടെ.
Clean catch. സേവാങ് പോയി. ഷിറ്റ്. സെലിബ്രേഷൻ ചെയ്യുന്നു. Boy, is that an important catch, and didn't he do well? അടുത്തത് ഗൗതം ഗംഭീർ വന്ന് ആ സെലിബ്രേഷൻ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവനിട്ട് ഒരെണ്ണം കൊടുക്കണം. സെലിബ്രേഷൻ ചെയ്യണം ചെയ്യണം. ഒരു ദാക്ഷിണ്യമില്ല. അവൻ്റെ സെലിബ്രേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വെള്ളി എന്താണ് സെലിബ്രേഷൻ ചെയ്യുന്നില്ല? ചെയ്യണം. Be happy about that. എന്നാണ് സെലിബ്രേഷൻ ചെയ്യാത്ത? ചെയ്യണം. 2:39 ക്ലാർക്കിനെ കൊണ്ടുവന്നേക്കാണ്. തെണ്ടുൽക്കർ അടിച്ചു. അയ്യോ, നമുക്കിങ്ങനെ വീഴാനൊക്കെ പറ്റും കേട്ടോ. ഡൈവ് ചെയ്ത് പീസിൽ കയറാൻ പറ്റും. That's 2 more runs on the board. പക്ഷെ തെണ്ടുൽക്കറിനെയൊക്കെ കാണാൻ കറക്റ്റ് അല്ല കേട്ടോ. കൈയടിക്കുന്നു. റൺ റേറ്റ് 17 ഉണ്ട്. ഇത് പോരാ, അടിക്കണം. There it goes. ഔട്ടാകാൻ ചാൻസ് ഉണ്ട്. ഭാഗ്യം. ഓവർ റണ്ണ് കുറഞ്ഞു. Turn that into 2. That's good running. 6 ബോൾ 5 റണ്ണ്. ക്ലാർക്ക് രക്ഷയില്ലല്ലോ. ഇത് 2 പ്ലെയർ ഒക്കെ കളിക്കുക. അപ്പം ഞാനും ചേട്ടനൊക്കെ പണ്ട് കളിച്ചോണ്ടിരുന്ന. അപ്പൊ ഫുള്ള് ഷോർട്ട് ബോൾ തന്നെ എറിഞ്ഞോണ്ടിരിക്കും. ഭയങ്കര പാടടിക്കാൻ. അയ്യോ. Struggling there, but somehow he's got away with it. സേവാങ് ഔട്ടായപ്പോഴെ റൺ റേറ്റ് കുറഞ്ഞ്. ഒരു 6. That takes a bit of double ഫോമായി. If you bowled him on his legs, he'll punish you every time. 3:51 റണ്ണ്. ഒരു ഗില്ലസ്ബി വന്നു. ഗില്ലസ്ബിനെ ഏകദേശം കാണാൻ ഇതുപോലെ ആ മുടിയൊക്കെ അന്ന് വളർത്തി അതേപോലെ തന്നെ തൂക്കണം. എക്സൈലോട്ട് അടിക്കാനാണ് ഏറ്റവും എളുപ്പം. നമുക്കിനി വേറെ ഷോട്ടുകൾ ട്രൈ ചെയ്യാം. ruffled his feathers. നിന്നൊക്കെ അടിക്കാവുന്ന കുറെ ഷോട്ടുകളുണ്ട് കേട്ടോ. അതൊക്കെ എങ്ങനെയാണെന്ന് മറന്നുപോയി. നോക്കട്ടെ. Yeah, great Yorker and great batting to keep it out. റൺ റേറ്റ് കുറഞ്ഞു. 15 ഉള്ളൂ. നോ ബോളാണ്. ഇതൊരു മാസ്റ്റർ പീസ് ഷോട്ടാണ്. Knows that this bowler will be out of the attack. That's gone a long way. There's the umpire signal. No ball. അവിടെ ഫീൽഡർ ഇല്ല. 4 ആയിരിക്കും. He'll have enjoyed that. Perfectly timed and 4 from the moment it left the bat. ഗംഭീർ ഭയങ്കര ഫോമായി കേട്ടോ. 6 ബോൾ 24. നിന്നടിച്ച് നോക്കട്ടെ. Superb catch. ഗംഭീർ ഔട്ടായി. Lazy. ആ ടൈമിങ് കറക്റ്റ് അല്ലെങ്കിൽ When he sees the replay. ഔട്ടാകാൻ ചാൻസ് കൂടുതലാണ്. His first wicket. കുറെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ കളിച്ചു നോക്കുന്നത്. ഗില്ലസ്ബിയുടെ സെലിബ്രേഷൻ. Let's take a look at that in slow motion. മോഷൻ മീഡിയ ഒക്കെ ഉണ്ട്. അടുത്ത നമ്മുടെ ദ്രാവിഡ് വന്നിട്ടുണ്ട്. ദ്രാവിഡൊക്കെ He played all around that. And it was a comprehensive effort. ദ്രാവിഡ് ലാസ്റ്റ് ബോൾ സിംഗിൾ ഇടാൻ നോക്കിയത് ഓവറല്ലേ. പക്ഷേ നടന്നില്ല. ഔട്ടായി ഗൈസ്. Let's see the action replay. ഗാംഗുലി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഓവറാണ്. അവർ ആൻഡ്രൂ സൈമൺസിനെയാണ് കൊണ്ടുവന്നേക്കുന്നത്. സ്പിന്നിനായിട്ട് അടിക്കാൻ നമുക്ക് എളുപ്പമായിരുന്നു. നോക്കട്ടെ. That is a glorious stroke. Oh,
This is wonderful. സൈമൺസിനെയൊക്കെ ഓടിച്ചു. ടെണ്ടുൽക്കർ ലാസ്റ്റ് ഓവർ തൂക്കി അടിക്കും. Very special. 6 ബോള് 6 സിക്സ് അടിക്കണം. It's massive. ടെണ്ടുൽക്കർ ഫോമായിട്ടോ 2 ബോള് 2 സിക്സ്. ആടെ 3 ബോള് 3 സിക്സ്. Superb shot that. സ്പിന്നായിട്ട് അടിക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം ഭയങ്കര സ്ലോ ബോളാണ് എറിയുന്നത്. പക്ഷെ കറക്റ്റ് പാകത്തിന്. ലെഗ് സൈഡ് പിന്നെ നമ്മുടെ വീക്ക്നെസ് ആയതുകൊണ്ട് 4 സിക്സ്. Huge. That is huge. സൈമൺസിനെ കാണിക്കുക. അവൻ കരയുന്നത് എനിക്ക് കാണണം. പക്ഷെ കാണിച്ചില്ല. IPL ഒക്കെ ആണെങ്കിൽ ഇപ്പം പെണ്ണുങ്ങളെയൊക്കെ ക്യാമറ കാണിച്ചേനെ. 5 സിക്സ് കേട്ടോ. 6 സിക്സ് അടിച്ച് നമ്മള് There's a demoralizing sight for any bowler. സച്ചിൻ ഭയങ്കര ഫോമായി. ആദ്യമേ ഇത്തിരി തട്ടിക്കളിച്ചെങ്കിലും 6 സിക്സ്. Never mind the fielder. The bloke in row 10's got the best chance of catching. സൈമൺസിനെ തീർത്തു സച്ചിൻ. മാർക്ക് ജയിക്കാൻ 5 ഓവർ 101. Welcome back to the Bowling. second session of what has ബോളിംഗ് ഇച്ചിരി പാടാണ് കേട്ടോ. been an interesting contest so far. സഹീർ ഖാനാണ് In the commentary box is Richie Beck. സ്വിങ് കൊടുക്കുക. Adam Gilchrist വിക്കറ്റ് takes കിട്ടാൻ ഏക ഒരു വഴി ഇവിടെ കാലിനിട്ട് എറിയുക, സ്വിങ് ചെയ്യുകയാണ്. അതാണ് പണ്ടത്തെ ടെക്നിക്ക്. Easy. ഫസ്റ്റ് ബോൾ തന്നെ വിക്കറ്റ് കേട്ടോ. ആ ടെക്നിക്കൊക്കെ തന്നെ ഇപ്പോഴും. ലാസ്റ്റ് ഗോൾഡൻ ഡെക്ക് ഗിൽക്രിസ്റ്റ് പോയി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓസ്ട്രേലിയയിലെ പ്ലെയർ ആയിരുന്നു ആദ്യ ഗിൽക്രിസ്റ്റ്. This was the end of the ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു പ്ലെയറാണ്. and facing is Ricky Ponting. അമ്മാറ താരം വന്ന് റിക്കി പോണ്ടിങ്. ആ ഐഡിയ തന്നെ നോക്കാം. ഓ റിക്കി പോണ്ടിങ് 6. 6 runs. It doesn't matter if it's in the air when you hit it that far. അത് തന്നെ നോക്കാം. അതാണ് എൻ്റെ ഓപ്ഷൻ. കറക്റ്റ് കാണണമെങ്കിൽ കുറ്റിയ. നമുക്ക് ഫീൽഡിംഗ് സെറ്റിംഗ് ഒക്കെ നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. Ponting waiting at the striker's end. That's a big appeal. ഔട്ടേ. The umpire's not moving on that one. അല്ല ആ ഐഡിയ വർക്കാവുന്നില്ലല്ലോ. കറക്റ്റ് ഈ ഒരു ഭാഗത്ത് ഇതല്ല ശാലോടെ മാറണായത്. ഓ അന്ന് ഓസ്ട്രേലിയ നല്ല ടീമായതുകൊണ്ട് നല്ല കളിയന്മാരും He loves to play that shot. വേർക്കാനായിട്ട് അടിക്കുവാണ്. For it too. സർക്കാർ വിക്കറ്റ് എടു അങ്ങനെ അടിക്കാതെ. It's straight to a fielder. ഫസ്റ്റ് ഓവർ 12. ഇനി ചേഞ്ച് ബോളർ കൊടുക്കാം. നമുക്ക് അഗാക്കറിനെ കൊണ്ടുവരാം. The batsman will have to reassess the field now that those fielding restrictions have been lifted. Remember, ഫീൽഡിംഗ് 5 ഇൻസ്ട്രക്ഷൻ players to the മാറ്റാൻ outside. പറ്റും. നമുക്കത് മാറ്റാം. കുറച്ച് കഴിഞ്ഞത് വേണം. Straight through to the keeper. Wide Hey. ball signal by the umpire. അഗാക്കറിനൊന്നും ഒത്തിരി ഓപ്ഷൻ ഇല്ല. സ്വിങ്ങൊക്കെ ഒരു സൈഡിലോട്ടേ ഉള്ളൂ. വിക്കറ്റ് എടുക്കാൻ ഈ ഒരു ഐഡിയ ഉള്ളായിരുന്നു അന്ന്. ഈ കാലിന് ഇവിടെ കിട്ടത് കുറ്റി പോകും. ഓ The sweeper picks up. നമുക്കൊരു പണിയുണ്ട്. ഒന്ന് ഫീൽഡ് സെറ്റിംഗ് ഒന്ന് മാറ്റി നോക്കാം. It's നമുക്കിങ്ങനെ പോയി ഫീൽഡ് എഡിറ്റർ കുറേ ഇതിനകത്തുണ്ട്. നമുക്ക് നോർമലുണ്ട്, ഡിഫറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് കസ്റ്റം ചെയ്യാം. കസ്റ്റം ചെയ്യുന്ന ഈ സമയത്താണ് ഇതിൻ്റെ പൊസിഷനൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഗുള്ളി, സ്ക്വയർ ലെഗ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് അതായിരുന്നു ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ആ 2 ഫീൽഡേഴ്സിനുള്ളൂ പറ്റത്തുള്ളൂ. just one there. ഒന്നെങ്കിൽ കുറ്റി അല്ലെങ്കിൽ ക്യാച്ച്. ഓ
അവിടെയും കൂടെ ഒരുത്തം വേണമായിരുന്നത്. ഔട്ട്. യെസ്. Well, that's just throwing wickets away. You cannot ക്യാച്ചോ സ്റ്റമ്പോ നോക്കിയിട്ട് അവസാനം റൺ ഔട്ട്. എങ്ങനെയാലും ഒരു വിക്കറ്റ് കിട്ടിയല്ലോ. പോണ്ടിക്ക് പോയി. പോണ്ടി 2 6 ഒക്കെ അടിച്ച് ഫോം ആയതാണ്. നമ്മൾ ആ ഐഡിയ തന്നെ നോക്കുക. കുറ്റി നടക്കുന്നില്ല. ഒരു കറക്റ്റ് ഒരു ഞാക്കുണ്ട്, അത് കിട്ടുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 10-12 വർഷങ്ങളെ കൂടി കളിക്കുന്നത്. പക്ഷെ ഞാനത് എടുക്കും. cracking stroke. അവിടെ ഒരാൾ ഇടുവരെ ക്യാച്ച് ആയിരുന്നു. He got his feet into position early and had plenty of time to play it. നമുക്ക് ബോളർ ആരെ കൊണ്ടുവരണ്ട, യുവരാജ് സിംഗിനെ കൊണ്ടുവരാം. ഇതിനകത്ത് പേരൊക്കെ തെറ്റാണ്. അയ്യോ, ഇത് ഹർഭജൻ സിംഗ് ആണ്. ആരേതായാലും ജയിക്കാൻ പോകുന്നില്ല. ഈ കിണമ്മരടിക്കണം. അടിക്കുന്നുണ്ട് കേട്ടോ. ഓസ്ട്രേലിയ ആയല്ലോ, ബാക്കി അത്രയും ടീമാണ് ഇത്ര വരത്തില്ല. കാറ്റിച്ച അതാണ് ഐഡിയ. It's almost as if he lost concentration. പക്ഷെ നമ്മുടെ ഫീൽഡ് സെറ്റപ്പ് മാറ്റിയില്ലായിരുന്നു. കസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും അത് തന്നെ ഇട്ടാൽ മതി. India made an adjustment in their field. ഹർഭജൻ സിംഗ് ഏകദേശം അതുപോലെ തന്നെ തലയിൽ ഇതൊക്കെയുണ്ട്. വാ, ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. കുത്തി ഇങ്ങനെ സ്റ്റമ്പൊക്കെ ഇട്ടു. Judged that ball and ended up just play all around it. ഇത് സ്പിൻ ഗ്രൗണ്ട്, അതുകൊണ്ടാണ്. We can have a look at that again. സ്ലോ മോഷനൊക്കെ നല്ല രസമല്ലേ. On strike. അത് അന്ന് കേട്ടോ 2007 ഗ്രാഫിക്സ് ആണെന്ന് ഓർക്കണം. Face the hat-trick ball. ഡാർക്ക് വന്നിട്ടുണ്ട്. ഓ, ശകലത്തിനവർ ഓസ്ട്രേലിയ തകർന്ന്. നമ്മൾ അന്നത്തെ കളിക്ക് റിവെഞ്ച് ചെയ്യും. ആ വേൾഡ് കപ്പ് നമ്മൾ ഒരെണ്ണം തോറ്റായിരുന്നല്ലോ ആ സമയത്ത്. ഒരു വിക്കറ്റ് ഇവിടെ ഹർഭജൻ. Done him all ends up. Didn't get near it. Totally beat him all ends up. ആർക്കൊക്കെ ഓട്. നമുക്ക് ആശിഷ് ഞാറെ കൊണ്ടുവരാം. And we have a change of bowling. ഫീൽഡ് സെറ്റിങ് മാറ്റട്ടെ. India have changed their field. നമ്മൾ ഇറക്കുന്നൊന്നുമില്ല, എല്ലാവരും എടുത്തിട്ടേക്കുക. ഇതിലൂടെ ഒരു വിക്കറ്റ് എടുക്കണം. ആ, ഈ സാധനം Well, he can't miss. ആയിരുന്നു ഒരു ടെക്നിക്ക്. ഇപ്പോഴാണ് കിട്ടിയത്. Comprehensive an end as you'll see. അല്ലാതെ ഔട്ടാക്കാൻ പാടാ കേട്ടോ. Is Bradley. വെള്ളി വന്നിട്ടുണ്ട്. വേറെ ഫുൾ ടോസ് പറഞ്ഞു കൊടുക്കാം വെള്ളിക്ക്. സൈഡ് വിൻഡോയിൽ ആ ബാറ്റ് ചെയ്യുന്ന ആളുടെ ഫോമാണ് കാണിക്കുന്നത്. അത് കൂടുന്തോറും അവരടിക്കുന്ന 6 ഒക്കെ പോകാനുള്ള സാധ്യത കൂടും. ഇപ്പൊ കുറവല്ലേ, ഇപ്പൊ ബോളറല്ലേ അറിയുന്നത്. ചുമ്മാ വീഴാണ്. സ്പേസ് ഒക്കെ ഏറിയ സ്ലോ ബോൾ എറിയും കേട്ടോ. സ്ലോ ബോളാണ് സ്പേസ്, അല്ല ഫാസ്റ്റാ. ഉയ്യോ, 6 ഗ്രൗണ്ടിന് വെളി അടിച്ച്. ആരാ? Long way. That is great to watch for the neutral. Not so good for the bowler. Andrew നല്ല Simons 6 is ആയിരുന്നു. facing. സൈമൺസ് ആണ്. കുറ്റി എടുക്കണം. പോടാ ക്യാച്ച്. ഓ, The bowler doesn't look happy about it. കൈയുടെ ഇടയ്ക്ക് കൂടെ Nothing but a crime. ഡ്രോപ്പ് ക്യാച്ച്. എന്നാ പിടിക്കില്ല. Just one there. ഷിഫ്റ്റ് ആയിരുന്നു. ഏതൊരു കാരണം സ്ലോ ബോൾ ഉണ്ടായിരുന്നു.
the air. ആ Super catch. And there's ബോൾ എറിഞ്ഞ ക്യാച്ച് കിട്ടും. സന്തോഷം കണ്ടില്ലേ? ഗാംഗുലിയാന്ന് തോന്നുന്നു. ഗാംഗുലിയെ പോലെ തന്നെയുണ്ട് കേട്ടോ. ആ കറക്റ്റ് ഗാംഗുലിയാ. ചിലരൊക്കെ കേസ് കറക്റ്റാ കേട്ടോ. Tail is exposed. ലാസ്റ്റ് ഓവർ ആരാ അറിയുന്നത്? നമുക്ക് ദ്രാവിഡിന് ഫോം ആവാൻ പറ്റില്ല. ദ്രാവിഡിനെയും കൊണ്ട് തിരിക്കാൻ. We're about to see a change in the bowling. രാഹുൽ ദ്രാവിഡിനൊന്നും ബോളിങ്ങിന് ഇതില്ലാത്തതുകൊണ്ട് ഒറ്റ ഇതേ ഉള്ളു. അവിടെ ഇതാ കേട്ടോ, ബാറ്റിംഗ് ഫോം ആയില്ലെങ്കിൽ ബോളിംഗ് പിടിക്കും. അത് സെലിബ്രേഷൻ കണ്ടു. You miss, buddy, and I'll എവൻസ് പോവും. Clark is the next man in. ഈ ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ എപ്പോഴും പറ്റിക്കൊണ്ടിരുന്നത്. ഈ ഗെയിം പണ്ട് കിട്ടിയപ്പോഴും ആദ്യത്തെ കളി ഓസ്ട്രേലിയ ആയിട്ടായിരുന്നു. അന്നപ്പോൾ കളിക്കാൻ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ തോറ്റു പോയായിരുന്നു. അതിനിപ്പം ഇത്രയും വർഷത്തിന് ശേഷമുള്ള മറുപടിയാണ്. And he picks his spot beautifully. That's a glorious boundary. 4 അടിച്ചു. Facing. തിരിയുന്നില്ല. അത് ദ്രാവിഡിന് ബോളിംഗ് എബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് പന്ത് തിരിയത്തില്ല. എബിലിറ്റി ഇല്ലേല്ല എന്താ ബോളാ. Let's take a look. The next man in is McGrath. പോയിക്കില്ലേ, നമുക്ക് ഓൾ ഔട്ട് ആക്കാം. 2 ബോളുണ്ട്. നോക്കട്ടെ. പോയി. ഒറ്റ ബോളുണ്ട്. ഓൾ ഔട്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ലാസ്റ്റ് ബോള് എനിക്കിങ്ങനെ ബോളിംഗ് ഈ സൈഡിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഔട്ടാണ്. ഇല്ല, അവിടെ ഒരു 4 അടിച്ച് അങ്ങനെ കളി അവസാനിപ്പിച്ചു. പക്ഷേ നമ്മൾ ഓസ്ട്രേലിയക്കെതിരെ വമ്പം വിജയം. And they've wrapped up this limited overs fixture with a 61 റൺസിന്റെ വമ്പം വിജയവുമായി വീണ്ടും. use the goods, and that's exactly what they did. ഇതിനകത്ത് കുറെ പ്ലേ മോഡ്സ് ഉണ്ട്, ഗെയിം മോഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഇന്റർനാഷണലൊക്കെ പോയി വേൾഡ് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് സീരീസ്, ടൂർ, ടെസ്റ്റ് സീരീസ്, ട്രെയിനിങ് ഒക്കെ ചെയ്യാം. ഡൊമസ്റ്റിക്കിൽ പോയി ഓസ്ട്രേലിയൻ അതൊക്കെ കളിക്കാം. പിന്നെ ആഷസ് കളിക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ക്രിക്കറ്റ് 7 ഗെയിം. അപ്പം ഇനി അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് പിന്നെ വരാം.